അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. തീവ്രവാദം, ഭീകരവാദം, വർഗീയവാദം. അതിൽ വർഗീയവാദവും ഭീകരവാദവും തെറ്റാണ്. തീവ്രവാദികളാവുക അത് വേണം. ശരിക്കും നമ്മളൊക്കെ തീവ്രവാദികളാകണം. വിശുദ്ധ ഖുർആൻ പറഞ്ഞതും തീവ്രവാദിയാവാനാണ്. വമാ ആതൈനാകും ബിഖുവ്വ. നമുക്ക് കിട്ടിയ ഇസ്ലാം മതവുമായിട്ട് നമ്മൾ നല്ല തീവ്രമായി പിടിച്ചു നിൽക്കണം. ഈ തീവ്രവാദം എന്ന് പറഞ്ഞ് എന്താണ്? തൻ്റെ മതത്തെ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുക എന്നാണ് തീവ്രവാദം എന്ന് പറഞ്ഞ അർത്ഥം. അങ്ങനെ മറ്റ് മതങ്ങളെ സ്നേഹിക്കാനും മറ്റ് മതങ്ങളോട് കാരുണ്യം കാണിക്കാനും ആണ് മതം പഠിച്ചാൽ ഉണ്ടാകുന്ന ഗുണം. നിങ്ങൾ മറ്റുള്ള ആരാധ്യരെയോ ആരാധ്യ വസ്തുക്കളെയോ ചീത്ത വിളിക്കരുതെന്നും പരിഹസിക്കരുതെന്നും വിശുദ്ധ ഖുർആൻ പറഞ്ഞ ആ തീവ്രത നിലനിർത്തണം. എല്ലാ മതങ്ങളും ആ മതങ്ങളുടെ വിശുദ്ധമായ ഗ്രന്ഥങ്ങൾ പറയുന്നത് ഉൾക്കൊള്ളുക, തീവ്രമായി ഉൾക്കൊള്ളുമ്പോഴാണ് നമുക്ക് തീവ്രവാദം ഉണ്ടാവുക. ഭഗവത്ഗീതയിലൊക്കെ പറയണത് മാതാസ പാർവതി ദേവി പിതാദേവോ മഹേശ്വര ബാന്ധവ മാനവ സർവേ സ്വദേശ ഭുവനത്രയം. നമ്മുടെ മാതാവ് പാർവതിയും പിതാവ് മഹേശ്വരനും എന്നുവെച്ചാൽ ആദം അവരുടെ ഒരു ലേണിംഗ് അങ്ങനെയാണ്. എല്ലാവരും ഒരു പിതാവിൻ്റെയും മാതാവിൻ്റെയും മക്കളാണ്. പിതാദേവോ മഹേശ്വര ബാന്ധവ മാനവ. മനുഷ്യനെല്ലാവരും ബന്ധുക്കളാണ്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. ഇവിടെ ഹിന്ദു എന്ന് മുസ്ലിം എന്ന് ക്രിസ്ത്യാനി എന്ന് വേർതിരിക്കാതെ മനുഷ്യനെ മനുഷ്യനായി കാണാനാണ് തീവ്രമായി മതത്തെ ഉൾക്കൊള്ളുന്നവൻ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ തീവ്രവാദം എന്നാൽ തൻ്റെ മതത്തെ നാം ഉൾക്കൊണ്ടുന്ന ഓരോ മതങ്ങളും അത് പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് പിടിച്ചു നിൽക്കുക എന്ന തീവ്രത നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്കിവിടെ ജീവിക്കാൻ സുഖമാണ്, സമാധാനമാണ്, സന്തോഷമാണ്. മനുഷ്യന് വേണ്ടതും അതാണ്. അതില്ലാതിരിക്കുമ്പോഴാണ് മതത്തെക്കുറിച്ച് പഠിക്കാത്ത, മതമെന്തെന്നറിയാത്ത ചില ആളുകളാണ് സത്യത്തിൽ മതഗ്രന്ഥങ്ങളെ മനസ്സിലാക്കാത്തവർ. അവനാണ് തീവ്രവാദവും ഇല്ലാതെ വർഗീയതയും വിദ്വേഷവും പരത്തുന്നത്. കർമ്മണ്യേ വാധികാരസ്തേ മാ ഫലേഷ് കഥാചന. ഫലം നോക്കാതെ നിങ്ങൾ നല്ല കർമ്മങ്ങളൊക്കെ ചെയ്യണം. ആ കർമ്മമാണ് നമുക്ക് വേണ്ടത്. നല്ല കർമ്മങ്ങൾ, നല്ല പ്രവൃത്തികൾ, മനുഷ്യനെ മനുഷ്യനായി കാണാനുള്ള നല്ല മനസ്സ്. ആ മനസ്സിൻ്റെ വിശാലത കിട്ടണമെങ്കിൽ ഓരോരുത്തരും ഉൾക്കൊണ്ട മതത്തിനെ തീവ്രമായി തന്നെ പിടിച്ചു നിൽക്കാൻ കഴിയണം. അപ്പോൾ തീവ്രത ആവശ്യമാണ്, തീവ്രവാദവും ആവശ്യമാണ്. പക്ഷേ വർഗീയത അപകടമാണ്. ലൈസ മിന്ന മൻ ഖാതല അലാ ഹസബിയ്യ, ലൈസ മിന്ന മൻ ദഅ ഇലാ അസബിയ്യ. വർഗീയതയ്ക്ക് വേണ്ടി ക്ഷണിക്കുക, വർഗീയതയ്ക്ക് കൂട്ടുനിൽക്കുക, വർഗീയതയുടെ മേൽ കൊല്ലപ്പെടുക, അതൊന്നും മുസ്ലിമായ മനുഷ്യന് പാടില്ല. അവൻ നമ്മളിൽപ്പെട്ടവനല്ല എന്ന് വെച്ചാൽ അവൻ മുസ്ലിമല്ല എന്നാണ് ആ പറഞ്ഞതിൻ്റെ ആകത്തുക. അപ്പോൾ നമ്മൾ ഉൾക്കൊണ്ട മതത്തെ തീവ്രമായി പിടിച്ചു നിൽക്കാനുള്ള കഴിവുണ്ടാകണം. അതിന് മതങ്ങളെക്കുറിച്ച് പഠിക്കണം. ഇസ്ലാമിനെക്കുറിച്ച് നന്നായി പഠിക്കണം, ഖുർആനെക്കുറിച്ച് പഠിക്കണം, ഹിന്ദുക്കൾ അവരുടെ ഗ്രന്ഥങ്ങളെക്കുറിച്ച് നന്നായി പഠിക്കണം. അതിലൊക്കെ
നല്ല സ്നേഹമാണ് പഠിപ്പിക്കുന്നത്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. സമാധാനമാണ് എല്ലാവർക്കും നൽകേണ്ടതെന്നാണ് ക്രിസ്തീയ ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്നത്. സ്നേഹമാണ് എല്ലാവരും പഠിപ്പിച്ചത്. ലവ് ഈസ് ആൾ, സെർവ് ആൾ. എല്ലാവരെയും സ്നേഹിക്കുക, എല്ലാവരെയും വേണ്ട സഹകരണങ്ങൾ നടത്തുക. ഹിന്ദുവെന്ന് മുസ്ലിമെന്ന് വേർതിരിക്കാൻ പാടില്ല. മനുഷ്യനായി കാണാൻ കഴിയണമെങ്കിൽ നാം ഉൾക്കൊണ്ട മതത്തെ തീവ്രതയോടെ പിടിച്ചു നിൽക്കണം. അപ്പോൾ ആ നിലയിൽ തീവ്രവാദം തന്നെ വേണം. പക്ഷെ നമ്മുടെയൊക്കെ ഇന്നത്തെ അവസ്ഥ, ഓരോ മതക്കാരും അവരുടെ മതമുണ്ടെന്ന് പറയുന്നല്ലാതെ AI ആണ് എല്ലാവരുടെ മതവും. അപ്പോൾ കിട്ടുന്ന ആ AI ഉണ്ടാണ്, ആർട്ടിഫിഷ്യലാണ്. ഒറിജിനാലിറ്റി ഒക്കെ അവൻ്റെ ഹൃദയത്തിൽ നിന്ന് പോയിട്ടുണ്ട്. ഇപ്പം AI ആണ്. അതുകൊണ്ടാണ് ഇപ്പം എല്ലാവരും വിഷു വരുമ്പോഴും അതിലും ചാടിക്കളിക്കുന്നു, അതിലും കൂടിക്കൊടുക്കും. ഓണം വരുമ്പോൾ അതിലും കൂടിക്കൊടുക്കും. ഓരോ മതക്കാരുടെയും മത ആചാരമാണത്. മതത്തിൻ്റെ ഗന്ധമുണ്ട്. ആ വിശുദ്ധ അവരുടേതായ വിഷുവിനും ഓണത്തിനൊക്കെ മതത്തിൻ്റെ ഗന്ധമുണ്ട്. അത് അവർ നല്ല നിലയിൽ ആഘോഷിക്കട്ടെ. പക്ഷെ നമ്മളും അതിൽ കൂടിക്കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് ശരിയല്ല. കാരണം അവരുടെ ആരാധനയിൽ നമ്മൾ കൂടുക, നമ്മുടെ ആരാധനയിൽ അവർ കൂടുക, ഇങ്ങനെയല്ല മതസൗഹാർദ്ദം ഉണ്ടാക്കേണ്ടത്. അത് തെറ്റാണ്. അത് ആർട്ടിഫിഷ്യലാണ്, AI ആണ്. മുൻകാലത്തൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നില്ല. എൻ്റെ ചെറുപ്പത്തിലൊന്നും അങ്ങനെ ചിന്തിക്കുക പോലും ചെയ്തിട്ടില്ല. ഓരോരുത്തരും അവരവരുടെ മതവുമായിട്ട് പിടിച്ചു നിൽക്കുമ്പോഴും പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തുമൊക്കെ ജീവിച്ചവരാണ്. അന്നൊന്നും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇപ്പം എല്ലാവരെയും ഹൃദയത്തിൽ ഇസ്ലാം, ഹിന്ദുസവും അതുപോലെ ക്രിസ്ത്യാനിസവും ഒക്കെ AI ആയപ്പോൾ നമുക്കിപ്പോൾ പലതും കാട്ടിക്കൂട്ടേണ്ടി വരികയാണ്. നിങ്ങളോട് സ്നേഹമുണ്ടെന്ന് വരുത്തി തീർക്കാൻ അവരിലേക്ക് അങ്ങ് കൂടിക്കൊടുക്കുക. അപ്പം അതൊക്കെ തെറ്റാണ്. നല്ല ഒരു മുസ്ലിമായി ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ, നല്ലൊരു ഹിന്ദുവായി ജീവിക്കാൻ, ഹിന്ദു ധർമ്മം ഉൾക്കൊള്ളാൻ ശ്രമിക്കുമ്പോൾ, ഒരു ക്രിസ്ത്യാനിസം അവരുടെ ബൈബിൾ അനുസരിച്ച് ഉൾക്കൊള്ളാൻ ശ്രമിക്കുമ്പോൾ എല്ലാവരെയും സ്നേഹിക്കാൻ കഴിയും. അപ്പോൾ നിസ്കാരത്തായമ്പുള്ള മുസൽമാനും ചന്ദനക്കുറിയിട്ട ഹിന്ദുവും കുരിശുമാലയണിഞ്ഞ ക്രൈസ്തവനും ഒന്നിച്ച് അണിചേർന്ന് സൗഹാർദ്ദ പ്രകടനം നടത്താൻ കഴിയും. മുസ്ലിം പള്ളിയിലെ ബാങ്കൊലിയും ക്രൈസ്തവ ദേവാലയത്തിലെ മണിയടിയും ഹിന്ദു ദേവാലയത്തിലെ ശംഖുനാദവും ഒന്നിച്ച് കേട്ട് ആസ്വദിക്കാൻ കഴിയണം. അവിടെയാണ് മനസ്സിൻ്റെ വിശാലത. ആ തീവ്രത ഉൾക്കൊള്ളണമെന്ന് എല്ലാവരോടും ഓർമ്മപ്പെടുത്തുന്നു. താങ്ക് യു ആൾ. അസ്സലാമു അലൈക്കും.